ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹബന്ധനം, ഭാഗം 1704. ഇന്ന് ഓഗസ്റ്റ് മാസം 30 243 ദിവസത്തിലെത്തി. യേശു പറഞ്ഞ മനോഹരമായ കഥയാണ് നമ്മളെ വല്ലാതെ ബാധിക്കുന്ന, ആത്മഭാരമായി എന്നും ഉള്ളിൽ നീറിപ്പകയുന്ന കഥ തന്നെയാണ്. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 11 5 മുതൽ ക്രിസ്തുവേശു പറഞ്ഞ ആ കഥ. അർദ്ധരാത്രിയിലെത്തിയ ചങ്ങാതി അയാള് അപ്പം ആവശ്യപ്പെടുകയാണ്. ശരിക്കും പറഞ്ഞാല് അത് അയാൾക്ക് വേണ്ടി അല്ല എന്നുകൂടി അയാൾ വെളിപ്പെടുത്തുന്നുണ്ട്. തന്റെ വീട്ടിലെത്തിയ മറ്റൊരു സ്നേഹിതന് വേണ്ടിയാണ്, തന്റെ വീട്ടിലെത്തിയ ഒരു അതിഥിക്ക് വേണ്ടിയാണ്. എന്റെ കൈവശം എന്തായാലും അയാൾക്ക് കൊടുക്കാൻ അത്താഴമില്ല, അത്താഴം തേടി ഇറങ്ങിയതാണ്, അപ്പം തന്നേ മതിയാവും. ചോദിക്കുന്നത് ആരോടാണ്? പ്രിയപ്പെട്ട സ്നേഹിതനോടാണ്. അയാൾ ഏറെ അസൗകര്യങ്ങൾക്ക് നടുവിലാണ്, ഒന്നും അനുകൂലമായ അവസ്ഥയല്ല. എന്നിട്ടും അതൊന്നും പുറത്തു നിൽക്കുന്ന ഈ ആവശ്യക്കാരനെ ബാധിക്കുന്നതേയില്ല. അയാൾ ആകപ്പാടെ ചിന്തിക്കുന്നത് അയാളുടെ വീട്ടിലെത്തിയ അതിഥിയെക്കുറിച്ച്, അയാളുടെ വീട്ടിലെത്തിയ സ്നേഹിതനെ കുറിച്ചാണ്, ആ സ്നേഹിതന്റെ ആവശ്യത്തെക്കുറിച്ചാണ്, അയാളുടെ വയറിന്റെ വിശപ്പിനെ കുറിച്ചാണ്. അതുകൊണ്ട് മറ്റെല്ലാം മറക്കുന്നുണ്ട്. ഞാനിപ്പോ ഏത് വീടിന്റെ വാതിക്കലാണോ മുട്ടിക്കൊണ്ട് നിൽക്കുന്നത്, ആ എന്റെ സ്നേഹിതന്റെ മുഴുവൻ അസൗകര്യങ്ങളെയും ഒട്ടും അനുയോജ്യമല്ലാത്ത സാഹചര്യങ്ങളും ഒക്കെ ഞാൻ മറക്കുന്നുണ്ട്. സൗഹൃദങ്ങളിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന, വിസ്മയിപ്പിക്കുന്ന ഒരു കാര്യമാണിത്. അകത്തുനിന്ന് ആൾ എണീക്കുകയും അപ്പം കൊടുത്തുവിടുകയും ഒക്കെ ചെയ്യുമ്പോൾ വല്ലാതെ കണ്ണു നിറയുന്നുണ്ട്. വാങ്ങിച്ചുകൊണ്ട് പോയന് വന്നതിനേക്കാളും വേഗത്തിൽ ഓടുന്നുണ്ടാവും തിരികെ തന്റെ വീട്ടിലേക്ക്. വീട്ടിലെത്തിയ സ്നേഹിതന്, അതിഥിയായി എത്തിയവന് അപ്പം കൊടുക്കാൻ, അത്താഴം വിളമ്പാനായിട്ട്. ഭൂമിയിലെ നമ്മളുടെ സൗഹൃദങ്ങളിൽ നമ്മൾ കൃത്യമായ ഒരു തരംതിരിവ് ആവശ്യമാക്കണം. ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്നവരെ അല്ല നമ്മൾ ഇനി സ്നേഹിതരെന്ന് കാണേണ്ടത്. ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്നവർക്കാണ് ബന്ധങ്ങളിൽ നമ്മൾ മുൻഗണന നൽകേണ്ടത്. അത് രണ്ടും രണ്ടാണ് കേട്ടോ. ഇഷ്ടമുള്ള കാര്യങ്ങൾ അതെന്നെ ഇങ്ങനെ പ്രസാദിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന കാര്യങ്ങളാണ്, എന്നെ പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങളാണ്, എന്റെ ഹിതമനുസരിച്ച്, കുറച്ചുകൂടി തുറന്നു പറഞ്ഞാൽ എന്റെ തന്നിഷ്ടങ്ങൾക്കനുസരിച്ച് നിന്നു തരുന്നവരെ മാത്രമാണ് ഞാൻ സ്നേഹിതരെന്ന് ഇതുവരെയും കണക്കിട്ടത്. അതുകൊണ്ടാണ് എന്റെ അപ്പനും അമ്മയും, സഹോദരങ്ങൾ, ഗുരുക്കന്മാർ, നല്ല ചങ്ങാതിമാരൊക്കെ സൗഹൃദത്തിന്റെ വെളിയിലായത്. മറിച്ച് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്നവരെയാണ് ശരിക്കും ബന്ധങ്ങളിൽ നമ്മൾ മുൻഗണന കൊടുത്ത് നിലനിർത്തേണ്ടത്. എന്റെ ആവശ്യം, ബ്ലേഡ് ചോദിച്ചു വരുന്ന ഒരു കുഞ്ഞിന് ബ്ലേഡ് കൊടുക്കാത്ത അമ്മ ആ കുഞ്ഞിന്റെ സ്നേഹിതയായി മാറുന്നുണ്ടോ? ഇല്ല. ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണ് അമ്മ എനിക്ക് അനുകൂലമായിട്ട് ചെയ്തു തരാത്തത്? അതുകൊണ്ട് അമ്മ ചീത്തയാണ്. അങ്ങനെയാണ് കുഞ്ഞിന്റെ വിലയിരുത്തൽ. എന്നാൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തു കൊടുക്കുന്ന ഒരാളാണ് യഥാർത്ഥ സ്നേഹിതയും സ്നേഹിതനുമൊക്കെ. പ്രാർത്ഥനയോടുകൂടി ആമേൻ.